വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ ചപ്പാത്തിക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് തയ്യാറാക്കുന്നത്, കോളിഫ്ലവർ കീമ മസാല. കോളിഫ്ലവർ കീമ മസാല തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൂവൊക്കെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തണ്ട് മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികം വണ്ണമില്ലാത്ത തണ്ട് ഫ്ലവറോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിലാണ് കഴുകാറ്, ഇത് പച്ചവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. കാരണം നമ്മളിത് മുറിച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വല്ലതും പുഴുക്കളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് നമ്മൾ കഴുകിയെടുക്കുമ്പോൾ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നല്ലപോലെ കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ചോപ്പറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്യണമെന്നില്ല, കത്തി വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ നല്ലപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുള്ളത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ നമ്മളിപ്പോൾ ക്യാബേജൊക്കെ കുത്തിയരിയുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള പട്ടയും 3 ഏലക്കയും 4 ഗ്രാമ്പും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഓയിലിലേക്ക് നല്ലപോലെ തന്നെ സ്പൈസസിൻ്റെ ഫ്ലേവർ ഇറങ്ങും. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിൽ തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി പ്യൂരിയാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി വേവിച്ച ശേഷം തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നല്ലപോലെ തന്നെ വഴന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നല്ലപോലെ തന്നെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്രേവിക്ക് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് ഗ്രീൻ പീസാണ്. വേവിച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഫ്രോസൺ പീസാണ് ഉള്ളതെന്ന് വെച്ചാൽ കോളിഫ്ലവറിൻ്റെ ഒപ്പം ചേർത്ത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഗ്രീൻ ബീൻസിലേക്കും മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി, 1 ടേബിൾ സ്പൂണൊക്കെ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയ ശേഷം കയ്യിൽ വെച്ചിട്ട് ഞെരടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നോർത്ത് ഇന്ത്യൻ ഡിഷിലൊക്കെ കസൂരി മേത്തി ഒഴിച്ചുകൂടാനാവാത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അതും കൂടെ ചേർത്തിട്ട് ബട്ടറൊക്കെ മെൽറ്റായ ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റിലേക്ക് ഈ ഒരു ബട്ടർ ചേർത്ത് ഇളക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മളിപ്പോൾ ലാസ്റ്റിലേക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അതിന് പകരം ചാറ്റ് മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാവ് ഭാജി മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കീമ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.